നോക്കൂ, താങ്കൾ പറഞ്ഞതിന് ഒരു അനുബന്ധം ഞാൻ പറയാം. ബൊമ്മയുടെ താര പറഞ്ഞു, പിന്നെ നമ്മുടെ റിവർ മാനേജ്മെന്റ് സംബന്ധിച്ച് ചില വളരെ ശ്രദ്ധയോടുകൂടി വേണമെന്ന്. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ് ആക്ട് 2001 എന്ന് പറഞ്ഞ ഒരു നിയമം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അതിൽ ചട്ടങ്ങൾ നിലവിലുള്ളതാണ്. പ്രസ്തുത നിയമം പാസ്സാക്കിയത് ഉദ്ദേശിച്ച അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ കൊണ്ട് നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നത് അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങൾ നീക്കുക എന്നുള്ളതാണ്. അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? ബൊമ്മയുടെ താരം ഇവിടെ പറഞ്ഞതുപോലെ അവിടെ 3 വർഷം കൂടുമ്പോൾ റിവർ ഓഡിറ്റിംഗ് നടത്തണം. അങ്ങനെ റിവർ ഓഡിറ്റിംഗ് നടത്തി 2013 അവിടെയുള്ള എല്ലാ മണൽ എടുപ്പും റദ്ദാക്കിക്കൊണ്ട് അവിടെ റിവർ ഓഡിറ്റിംഗ് നടത്താൻ തീരുമാനിച്ചു. ആ റിവർ ഓഡിറ്റിംഗ് നടത്തിയപ്പോൾ ഒരു തവണ മാത്രമേ റിവർ കൂടി നടത്തിയിട്ടുള്ളൂ. പിന്നീട് ഒരിക്കൽ പോലും റിവർ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ റിവർ ഓഡിറ്റിങ്ങിൽ 1 അടിയാണോ 2 അടിയാണോ 10 അടിയാണോ തിരെ എടുക്കാൻ പാടില്ലാത്ത മേഖലയാണോ എന്നൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സർക്കാർ 2016 ശേഷം ഒരിക്കൽ പോലും റിവർ ഓഡിറ്റിംഗ് നടത്തിയില്ല എന്ന് മാത്രമല്ല, താങ്കൾ നേരത്തെ ഡി സുരേഷ് കുമാർ പറഞ്ഞ 43 നദികളിലും അത് പൂർണ്ണമായും നിശ്ചലാവസ്ഥ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതിന്റെ ബുദ്ധിമുട്ട് പഠിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്നീ പ്രശസ്ത സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചു. എന്ത് സംഭവിച്ചു? 10 വർഷമായിട്ട് നമ്മൾ ആ നിയമത്തിലെയും ചട്ടങ്ങളിലെയും കർശന വ്യവസ്ഥകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെ ഒരു വിധി ഉണ്ടായി, ഹരിത ട്രിബ്യൂണലിൽ ഒരു വിധി ഉണ്ടായി എന്ന് പറഞ്ഞു. ആ വിധി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. അത് ഡാം മാനേജ്മെന്റിൽ എന്താ ഡാം മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നത്? ഡാം മാനേജ്മെന്റിൽ താങ്കൾ പറഞ്ഞു ഇവിടെ ഞങ്ങളത് എല്ലാം പ്രശ്നം പരിഹരിക്കാൻ നോക്കി. അവിടെ നിങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾ കോവിഡ് സമയത്ത് സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച് മരിച്ചു വീഴുമ്പോൾ അവിടെ പണം ഉണ്ടാക്കാനാണ് നിങ്ങളെ ഗവൺമെന്റ് നോക്കിയത്. അതുപോലെ ഇവിടെ പ്രളയക്കെടുതിയിൽ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ പ്രളയം ഉണ്ടായപ്പോൾ അതിൽ 4 കാശ് ഉണ്ടാക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. അങ്ങനെ നിങ്ങൾ കാശ് എന്ന് പറയുന്ന മാത്രം ആർത്തിപ്പണ്ടാരങ്ങളായി മാറിയ ഗവൺമെന്റിന്റെ പ്രതിനിധികളായി നിങ്ങൾ മാറിയപ്പോഴാണ് ഞങ്ങൾ എതിർത്തത്. അതിപ്പോൾ വ്യക്തമായല്ലോ. ഞങ്ങൾ പറഞ്ഞു പിന്നെ കോവിഡ് കാലത്തെ നിങ്ങളുടെ അഴിമതികൾ നിങ്ങൾ അത് പറഞ്ഞതാണ്. അത് ഇപ്പോൾ കൃത്യമായി കോടതി കുമ്പായത്തിന് വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് താങ്കൾ നിർത്തിയത്? അത് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം നിങ്ങളത് അവിടുത്തെ ഈ മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട് നിങ്ങളത് അവരെ കച്ചവടം നടത്താനാണ് ഏൽപ്പിച്ചത്. അതിന് പകരം ഈ റിവർ മാനേജ്മെന്റ് പോലെ തന്നെ ഡാം മാനേജ്മെന്റും എത്ര മണ്ണെടുക്കണം, എടുക്കാൻ പാടില്ലാത്ത ഡാമുകളുണ്ട്, അവിടെ എടുക്കാൻ പറ്റുള്ളതും. കാരണം ഡാമിന്റെ സുരക്ഷിതത്വത്തിന് പോലും മണ്ണെടുപ്പ് പ്രശ്നമുള്ള ഡാമുകളുണ്ട്. അപ്പൊ അതൊന്നും നോക്കാതെ പണമുണ്ടാക്കാം എന്നുള്ള ലക്ഷ്യമല്ല നമുക്ക് വേണ്ടത്. സാധാരണ ഒരു ഗവൺമെന്റ് കേരളത്തിലെ പോലെയുള്ള ഏറ്റവും എന്താ പറയുക ലോല പ്രദേശമുള്ള ഒരു സർക്കാർ ഒരു ഭൂപ്രദേശമുള്ള സ്ഥലത്ത് അവിടെ സർക്കാർ നോക്കേണ്ടത് ഈ ജനങ്ങളുടെ സുരക്ഷയാണ്. അത് ഡാമുകളുടെ സുരക്ഷ നമ്മൾ നോക്കണം. ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടാൽ ഉണ്ടാവുന്ന ജനങ്ങളുടെ സുരക്ഷ നോക്കണം. അപ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ട് ഡാമിലും റിവറിലും അതുപോലെ അജിംസ് പറഞ്ഞ പോലെ ലോല പ്രദേശങ്ങളിൽ ഇഷ്ടം പോലെ ഞാൻ ചോദിക്കട്ടെ, ഇടുക്കിയിൽ നിങ്ങളുടെ ഗവൺമെന്റ്, അതായത് ഇടതുപക്ഷ ഗവൺമെന്റ്, PS അച്യുതാനന്ദന്റെ ഗവൺമെന്റ്, അവിടെ ലോല പ്രദേശങ്ങളിൽ നിങ്ങൾ അനധികൃതമായി ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ പൊളിക്കുവാൻ ഞങ്ങളാരുമല്ലല്ലോ തീരുമാനിച്ചത്, PS അച്യുതാനന്ദനല്ലേ തീരുമാനിച്ചത്. 3 സംഘത്തിനെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യും കാലും വെട്ടിയതാരാ? ഇന്നത്തെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവായ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയ സഖാവ് പിണറായി വിജയൻ വെട്ടി. ഫലമെന്തായി? അവിടെ ഇപ്പോഴും അശാന്തിയുടെ തീരമായി മാറി. അപ്പൊ ഞങ്ങളാരുമല്ല അതുമായി ബന്ധപ്പെട്ട ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങളാണല്ലോ ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴേക്ക് പുറകോട്ട് പോകുന്നത്. ശബരിമലയിൽ ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞു, നിങ്ങളുടെ സ്വർണ്ണക്കളയെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു, നിങ്ങളുടെ പത്മകുമാറിനെ കുറിച്ച് ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞു. ഒരു നടപടി നിങ്ങൾ എടുത്തോ? എന്നിട്ട് നിങ്ങൾ പറയുന്നത് നടപടി ഞങ്ങളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ പുറകോട്ട് പോകും. നിങ്ങൾ പുറകോട്ട് പോകാറില്ല. നിങ്ങൾക്ക് മൂക്ക് കുത്തി വീണപ്പോൾ മാത്രമാണ് നിങ്ങൾ പുറകോട്ട് പോയത്. പറയാനുള്ളത്